പകുതി വിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. വമ്പൻ തട്ടിപ്പാണ് അനന്തകൃഷ്ണൻ നടത്തിയത്. തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതിയാണ്. കണ്ണൂർ ടൗൺ പോലീസാണ് ലാലി വിൻസെന്റിനെ പ്രതിയാക്കി കേസെടുത്തത്. വിവിധ ജില്ലകളിലായി 3000-ഓളം പരാതികളാണ് ഇതുവരെ ലഭിച്ചുവെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. സന്തോഷ് ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. സന്തോഷ്, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ലാലി വിൻസെന്റ് അടക്കം ഈ കേസിൽ പ്രതിയായി നിൽക്കുന്ന സാഹചര്യമാണ്. ഏത് ഘട്ടത്തിലാണ് ഈ അനന്തകൃഷ്ണന്റെ പകുതി വിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പിൽ ലാലി വിൻസെന്റ് പ്രതിയായെത്തുന്നത്? മനു, കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ 7ാം പ്രതിയായി ലാലി വിൻസെന്റിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ അനന്തകൃഷ്ണന്റെ സ്ഥാപനത്തിലെ ലീഗൽ അഡ്വൈസറാണ് ലാലി വിൻസെന്റ്. സംസ്ഥാന വ്യാപകമായി തട്ടിപ്പിന് നേതൃത്വം നൽകിയ അനന്തകൃഷ്ണനാണ് ഈ കേസിലെ 1ാം പ്രതി. പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് 494 പേരിൽ നിന്നായി 3 കോടിയോളം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. അതേസമയം തന്നെ ഇതുകൂടാതെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 2000-ലധികം പരാതികൾ അനന്തകൃഷ്ണനെതിരെ ലഭിച്ചിട്ടുണ്ട്. പകുതി വിലക്ക് സ്കൂട്ടർ മാത്രമല്ല, പകുതി വിലക്ക് ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ തുടങ്ങിയവ വാഗ്ദാനം ചെയ്തും കോടികൾ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ച പരാതികളിൽ പറയുന്നത്. കണ്ണൂർ ടൗൺ, തളിപ്പറമ്പ്, ശ്രീകണ്ഠപുരം, മയ്യിൽ, വളപട്ടണം, പയ്യന്നൂർ സ്റ്റേഷനുകളിലാണ് കൂടുതൽ പരാതികൾ ലഭിച്ചത്. വളപട്ടണം സ്റ്റേഷനിൽ മാത്രം 200-ലധികം പേർ പരാതിയുമായി എത്തി. പോലീസ് പരാതികളെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ്. ജില്ലയിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികൾ വഴിയാണ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. കൂടുതൽ പേർ ഈ പരാതിയുമായി എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. വലിയ തട്ടിപ്പാണ് കണ്ണൂർ ജില്ലയിൽ നടന്നത്. മനു, ശരി. കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം വൻതോതിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. വിവിധയിടങ്ങളിലായി 3000-ഓളം പരാതികളാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് അടക്കം പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളാണ് എം സന്തോഷ് നൽകിയത്. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്.